ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ദീപാവലി സ്പെഷ്യലാണ്. അതായത് ഒരു ക്യാരറ്റ് ലഡു. നല്ലൊരു സ്വീറ്റാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാരറ്റ് ആകുമ്പം നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും, അതുകൊണ്ടാണ് ഈ ക്യാരറ്റ് എടുത്തത്. അപ്പോൾ നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗീ ഒഴിക്കാൻ. ഞാൻ ഇവിടെ 6 kg ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പിട്ട് ഒരു മുക്കാലായതിനു ശേഷം നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കോരിയെടുക്കാം. മുന്തിരി എണ്ണയിലിട്ട പാടെ തന്നെ ഇത് റെഡിയായി കിട്ടും, അതുകൊണ്ടാണ് അവസാനം ഇടുന്നത്. ഇവിടെ രണ്ടും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം. എന്നിട്ട് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നല്ല കുക്കാകുന്ന വരെ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിക്കൊന്നും പിടിക്കാതെ ശ്രദ്ധിച്ച് കുക്കാക്കി എടുക്കാം. നമുക്ക് എത്ര ഫൈനാക്കാൻ പറ്റുമോ അത്രയും ഫൈനാക്കിയിട്ട് വേണം ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോൾസിലേക്ക് കൂടി ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈനായി കിട്ടിക്കോളും. ഇവിടെ ക്യാരറ്റ് ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ആ ഷുഗർ. വീണ്ടും ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുത്താൽ നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞോളും. നമുക്കൊന്നുകൂടി ഇത് അടച്ച് വെച്ച് വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ക്യാരറ്റ് ആവശ്യത്തിനുള്ള വേവാവും, അതുപോലെ പഞ്ചസാരയും അലിഞ്ഞു കിട്ടും. നമുക്കിത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. നമുക്കിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി തുറന്ന് വെച്ചാൽ നമുക്കിത് ഒരു 3-4 മിനിറ്റ് കൂടി ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഇടുന്നില്ല, ഞാൻ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഇവിടെ ഇങ്ങനെ മിക്സാക്കി ഇട്ടൊരു ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ആ ഒരു കൈക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി എടുത്താൽ മതി. നമുക്കിത് നന്നായിട്ട്
ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമുക്കെല്ലാം ഇതുപോലെ ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.